Hello students, the next section is orthogonal functions. Orthogonal functions എന്ന് പറയുന്ന ഹെഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് വെക്റ്റേഴ്സ്, സപ്പോസ് വി ഹാവ് ടു വെക്റ്റേഴ്സ് എ വെക്റ്റേഴ്സ് ആൻഡ് ബി വെക്റ്റേഴ്സ്. ടു വെക്റ്റേഴ്സ് ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ. They are said to be orthogonal if a dot b equal to 0. The scalar product a dot b equal to 0. ഇന്ന് നമ്മൾ വെക്റ്റേഴ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ് എ ഡോട്ട് ബി ഈക്വൽ ടു എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഈക്വൽ ടു 0. അപ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഉള്ളത്. നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സിലുള്ളതൊക്കെ നോക്കിയിട്ടുള്ളതാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസുകളെ കുറിച്ച്. അപ്പോൾ ഓർത്തോഗണൽ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആവണം, അഥവാ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവണം എന്ന് പറയും. ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷൻ, അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എ ബി, ടു വെക്റ്റേഴ്സ് ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ ടു വെക്റ്റേഴ്സ് ഒരു സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ് ഇന്നർ പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു 0. അതിൻ്റെ നൊട്ടേഷനാണിത് കേട്ടോ. ഇന്നർ പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു 0. ഇന്നർ പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു 0. റെഡി. അപ്പോൾ എങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇത് രണ്ട് വെക്റ്റേഴ്സ് ആണല്ലോ. ഇനി നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് എടുക്കും. നമുക്ക് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ് വേണ്ടത്, ഓർത്തോഗണൽ വെക്റ്റേഴ്സ് അല്ല. അപ്പോൾ സപ്പോസ് രണ്ട് ഫംഗ്ഷനാണ് F1 ഉം F2. ടു ഫംഗ്ഷൻസ് F1 ആൻഡ് F2 ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ. എന്തായിരിക്കാം? ദയർ ഇന്നർ പ്രോഡക്റ്റ് F1 F2 ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി നമുക്ക്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ ആക്ച്വലി. ടു ഫംഗ്ഷൻസ് F1 F2 is set to be orthogonal functions if F1 is orthogonal to F2 അല്ലെങ്കിൽ F2 is orthogonal to F1 എന്ന് പറയണമെങ്കിൽ അവരുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആവണം. അപ്പോൾ നമുക്കറിയണം എന്താണ് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് നമുക്കറിയണം. വെക്റ്റേഴ്സിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് നമുക്കറിയാം. എ വെക്ടറും ബി വെക്ടറും എന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി എങ്ങനെയാണ് കാണാൻ? നിങ്ങൾ A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് അറിയണമല്ലോ നമുക്ക്. സോ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആദ്യം പറയാൻ പോകുന്നു. വാട്ട് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ്, the inner product F1 F2 equal to integral a to b f1x into f2x dx. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇടയ്ക്കുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓൺ സം ഇൻ്റർവെൽ. ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിനാണ് എ ടു ബി എന്ന് പറയുന്നത് കേട്ടോ. എ മുതൽ ബി വരെയുള്ള ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് F1 ഉം F2 എങ്കിൽ F1ൻ്റെയും F2ൻ്റെയും ഓർത്തോഗണാലിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് വേണം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ എ ടു ബി F1x F2x dx ആണ്. So this is the inner product. So two function F1 F2 are said to be orthogonal. Their inner product is 0, or that is integral a to b F1x into F2x dx is equal to 0. So that will be our definition. Okay. For example, prove that x square and x cube are orthogonal on interval -1 to 1. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർ ഫംഗ്ഷനും എക്സ് ക്യൂബ് എന്ന് പറയുന്ന ക്യൂബിക് ഫംഗ്ഷനും ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ F1x എന്താണ്? എക്സ് സ്ക്വയർ ആണ്. F2x ഏതാണ്? എക്സ് ക്യൂബ് ആണ്. നമ്മുടെ ഡൊമെയിൻ എ ബി എന്ന് പറയുന്ന ഡൊമെയിൻ ഇവിടെ ആരാണ്? ഇൻ്റർവെൽ -1 1 ആണ്. റെഡി. ദെർഫോർ ഇത് ഓർത്തോഗണൽ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക അല്ലേ? F1 ഈസ് ഓർത്തോഗണൽ ടു F2 ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ ഇഫ് inner product F1 F2 equal to 0, that is integral a to b F1x into F2x dx is equal to 0. So this is we want to check അല്ലേ, ഇതാണ് ഉണ്ടോ എന്ന് നോക്കണം. Therefore the integral a to b F1x F2x dx is equal to integral a to b എന്ന് പറഞ്ഞാൽ -1 to 1 F1x is x square F2x is x cube dx. Then x square into x cube is x raised to 5 integral -1 to 1 dx. That is x raised to 6 by 6 limit -1 to 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/6 -1 raised to 6/6, അതായത് 1/6 -1/6 വാല്യൂ വിൽ ബി 0. സോ എക്സ് സ്ക്വയറിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും ഓൺ ദി ഇൻ്റർവെൽ -1 to 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ, പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ വി ഗെറ്റ് ദ വാല്യൂ 0. സോ ദെയർ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ദെർഫോർ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് ക്യൂബ് ആർ ഓർത്തോഗണൽ ഓൺ -1 to 1. ഈ ഇൻ്റർവെല്ലിന് പ്രത്യേകതയുണ്ട്. ഈ ഇൻ്റർവെല്ലിലാണ് അതിൻ്റെ ഓർത്തോഗണാലിറ്റി ഉള്ളത് കേട്ടോ. ഓർത്തോഗണൽ ഓൺ ദി ഇൻ്റർവെൽ -1 to 1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് വി ഹാവ് എ സെറ്റ്, ആ
ആ സെറ്റിനകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട്. F1, F2, F3 എക്സെട്ര കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഈ സെറ്റിനെ ഞാൻ ഓർത്തോഗണൽ സെറ്റാണെന്ന് വിളിക്കണമെങ്കിൽ, ഓർത്തോഗണൽ സെറ്റ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഡെഫിനേഷൻസ് ആണ് അല്ലേ, നമ്മൾ വെക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓർത്തോഗണൽ സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇവിടെയുള്ള ഏത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും 0 ആയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? ഓർത്തോഗണൽ സെറ്റ് is it F1, F2 etc. is an orthogonal set if inner product Fn Fm ഏത് രണ്ടെണ്ണം എടുത്താലും F1 F2 എടുത്താലും F2 F3 എടുത്താലും F1 F5 എടുത്താലും ഏത് രണ്ടെണ്ണം എടുത്താലും, അതുകൊണ്ട് ജനറലി Fn Fm ഏത് Fനും ഏത് Fm ഇതിൻ്റെ ഇടയിൽ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഇൻ്റഗ്രൽ ഇപ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AB എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലാണെങ്കിൽ ഇൻ്റർവെൽ A to B Fnx Fmx dx will be equal to 0 ആയിരിക്കണം. ഏത് രണ്ട് ഫംഗ്ഷൻസ് ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇൻ്റഗ്രേഷൻ A to B പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ ഈ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ സെറ്റ്. ഓക്കെ, ഇനി എപ്പോഴാണ് ഇതിനെ നമ്മൾ ഓർത്തോ നോർമൽ സെറ്റ് എന്ന് വിളിക്കുന്നത്? എന്താണ് ഓർത്തോ നോർമൽ സെറ്റ്? ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓർത്തോ നോർമൽ ആവണമെങ്കിൽ ആദ്യം അത് ഓർത്തോഗണൽ ആവണം, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അതിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നോം അല്ലെങ്കിൽ മോഡുലസ് യൂണിറ്റി ആയിരിക്കണം, 1 ആയിരിക്കണം. ഓർക്കുന്നുണ്ടോ? അപ്പോൾ സെറ്റ് F1 F2 എക്സെട്ര എന്ന് പറയുന്ന ഈ സെറ്റ് ഓർത്തോ നോർമൽ ആവണമെങ്കിൽ അതെന്ത് വേണം? ഫസ്റ്റ് വൺ ഓർത്തോഗണൽ ആവണം. ഏത് രണ്ടെണ്ണം എടുത്താലും ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. 2, ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നോം F1 അല്ലെങ്കിൽ നോം F2 F3 അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും നോം എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഈ നോം എന്ന് പറയുന്ന വാക്ക് നമുക്ക് റീകളക്ട് ചെയ്യണം. എന്താണ് നോം എന്ന് പറഞ്ഞാൽ? ഇവിടെ നോം Fn എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് Fn, Fn ആണ്. What is norm Fn? Norm Fn is equal to square root of inner product of Fn. എന്ന് വെച്ചാൽ Fnൻ്റെ അതിനോട് തന്നെയുള്ള ഇന്നർ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. റെഡി? അപ്പോൾ ഇതാണ് നോം Fn എന്ന് പറയുന്നത്. നോം Fn എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും എക്സിസ്റ്റ് ചെയ്യുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോ നോർമൽ. ഇത് നോർമലാണ്, ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. So next we have a problem. Show that the set 1 cos x, cos 2x, cos 3x etc. is a orthogonal set. Orthogonal ആണ്. Orthogonal set on the interval -π to π. Okay. 1 cos x, cos 2x, cos 3x etc. അപ്പോൾ cos nx എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഈ സെറ്റ് ഒരു ഓർത്തോഗണൽ സെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റ് ഓർത്തോഗണൽ സെറ്റാണെന്ന് പ്രൂവ് ചെയ്യുക? അതിനകത്ത് ഏത് രണ്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരി, അപ്പോൾ ഞാൻ ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം ഈ സെറ്റിന് ഒരു പുതിയ പേര് കൊടുക്കാൻ പോണേ. ഫൈ നോട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ ഫംഗ്ഷനും പുതിയ പേര് കൊടുത്തു ഫൈ നോട്ട്. ഫൈ 1x ഇസ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 1x ആണ്. അപ്പോൾ ഫൈ 2x ഏതാണ്? കോസ് 2x ആണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫൈ nx എന്താണ്? ഫൈ nx എന്ന് പറഞ്ഞാൽ കോസ് nx ആണ്. അപ്പോൾ ഈ സെറ്റിനെ ഞാൻ പുതുതായിട്ട് മാറ്റി എഴുതാം. 1 കോസ് എക്സ്, കോസ് 2x, കോസ് 3x എക്സെട്ര എന്ന് പറയുന്ന സെറ്റ് എങ്ങനെ എഴുതാം? എനിക്ക് ഫൈ നോട്ട്, ഫൈ 1x, ഫൈ 2x, ഫൈ 3x ഇങ്ങനെ എഴുതാം അല്ലേ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ സെറ്റാണ് എനിക്ക് ഓർത്തോഗണൽ സെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്രൂവ് ചെയ്യുന്നത് ഈ ഫൈ നോട്ട് എക്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ കൂടെ ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. പിന്നെ ഈ ഫൈ നോട്ട് അല്ലാണ്ട്, ഫൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യം ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെ ഫിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ആരെടുത്തു കഴിഞ്ഞാലും, ബാക്കി ആര് പെയറായിട്ട് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, ഇനി 1 അല്ലാത്ത ഇതിനകത്ത് ഏത് രണ്ട് കോസ് ടേംസ് എടുത്തു കഴിഞ്ഞാലും, കോസ് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി കൺസിഡർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ നോട്ട് കോമ ഫൈ എൻ. എന്താ അങ്ങനെ എടുത്തത്? ഫൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് 1 ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ്. അപ്പോൾ എൻ എന്ത് വേണം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇത് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ 1 കോസ് എക്സ് 0 ആയിരിക്കും, 1 കോസ് 2x, 1 കോസ് എക്സ്, 1ൻ്റെ കൂടെ ഏത് എടുത്തു കഴിഞ്ഞാലും, ഈ സെറ്റിനകത്ത് 1ൻ്റെ കൂടെ ഏത് എടുത്തു കഴിഞ്ഞാലും 0 ആണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ജനറലായിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഏതാണ് ഇൻ്റർവൽ നമുക്ക് തന്നിട്ടുണ്ട്? -π മുതൽ π വരെയാണ് തന്നിരിക്കുന്നത്.
ഫസ്റ്റ് ഫംഗ്ഷൻ 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എൻ എക്സ് ഡി എക്സ് അല്ലേ, രണ്ടുപേരുടെ പ്രോഡക്റ്റ് ഡി എക്സ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു കോസ് എൻ എക്സ് ഇസ് കോസ് എൻ എക്സ് തന്നെയാണ്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ വിത്ത് ദ ലിമിറ്റ് -π മുതൽ π വരെ. ഓക്കെ, ദെൻ 1/n ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, സൈൻ എൻ എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ മൈനസ് പൈ. അങ്ങനെയല്ലേ, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നു, മൈനസ് സെക്കൻഡ് ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, വാട്ട് ഈസ് സൈൻ ഓഫ് മൈനസ് തീറ്റ? സൈൻ ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ASTC ആണ്. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. രണ്ടാമത്തെ കാര്യം, സൈൻ എൻ പൈയുടെ വാല്യൂ എത്രയാണ്? സൈൻ 1π, സൈൻ 2π, സൈൻ 3π, അല്ലെങ്കിൽ സൈൻ -π, സൈൻ -2π, സൈൻ -3π, ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക നിങ്ങൾ. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. റെഡി? അതായത് സൈൻ 1π, സൈൻ 2π, സൈൻ 3π, ഇങ്ങനെ വരുന്ന വാല്യൂസ് ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് പൈ, സൈൻ ഓഫ് ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ്. സോ ദിസ് വാല്യൂ വിൽ ബി 0. സോ 1/n ഇൻറ്റു 0. ഈ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് സൈൻ പൈ എന്ന് എഴുതേണ്ടി വരും എനിക്ക്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു അഗെയിൻ 0 + 0. സോ വി ഗെറ്റ് ദ വാല്യൂ 0. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനോടെ കോസ് എൻ എക്സിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കോസ് എക്സ്, കോസ് 2x, കോസ് 3x, ഈ സെറ്റിനകത്തുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. അപ്പോൾ അവരുടെ ഇന്ന പ്രൊഡക്റ്റ് 0 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനിലൂടെ ഏത് കോസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും, കോസ് എൻ എക്സിലൂടെ ഏത് n വന്നു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഒരു കേസായി. ഇനി രണ്ടാമത്തെ കാര്യം, 1ൻ്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിനകത്തുള്ള 1 അല്ലാതെ ഏത് രണ്ട് ഫംഗ്ഷൻസ് അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാലും അവർ ഇന്ന പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ കേസ് 2 ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഇന്ന പ്രൊഡക്റ്റ് φn φm 0 ആണ്. എന്താ φn φm? കോസ് എക്സും കോസ് 2x അല്ലെങ്കിൽ കോസ് 3x കോസ് 5x വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ എടുക്കുന്നത്. ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ φn φm 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എന്നും എമ്മും നോട്ട് ഈക്വൽ ആണ് കേട്ടോ, രണ്ട് വ്യത്യസ്തമായ ആൾക്കാരാണ് എടുക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇന്നർ പ്രൊഡക്റ്റ് φn, φm? അത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -π ടു π. φn എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ് ആണ്, കോസ് എൻ എക്സ് ആണ്. φm എന്ന് പറഞ്ഞാൽ കോസ് എം എക്സ് ആണ്, dx. φn എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ്, നമ്മൾ ഓൾറെഡി പേരൊക്കെ കൊടുത്ത് എഴുതിയതാണ്. φm എന്ന് പറഞ്ഞാൽ കോസ് എം എക്സ്. ഇനി ഇത് ഓർത്തില്ലെങ്കിലും സാരമില്ല, രണ്ടുപേരെ ഡിഫറൻ്റ് ആയിട്ട് എടുക്കുന്നു. കോസ് എൻ എക്സും കോസ് എം എക്സും, എന്നും എമ്മും ഈക്വൽ അല്ല, എന്നും എമ്മും രണ്ട് ആൾക്കാരാണ്. റെഡി? സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല ഉണ്ട്, നോക്കി. വാട്ട് ഈസ് കോസ് എ കോസ് ബി? കോസ് എ കോസ് ബി ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 2 കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി. ഈ ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കോസ് എ കോസ് ബി ഉണ്ട്, 2 ഇല്ല, അപ്പോൾ ഒരു 1/2 എന്ന് എഴുതേണ്ടി വരും. ഇൻ്റഗ്രൽ -π ടു π. പിന്നെ എന്തെഴുതാം? കോസ് ഓഫ് എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ n ആണ്, ബി എന്ന് പറഞ്ഞാൽ m ആണ്. അപ്പോൾ എ പ്ലസ് ബി എക്സ് പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി. എ മൈനസ് ബി ഇസ് n മൈനസ് എം എക്സ് dx. ഇതിന് 2 കോസ് എ കോസ് ബിയുടെ ഫോർമുല വെച്ച് മാറ്റി എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇവിടെ ഉണ്ട്. കോസ് n പ്ലസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? സൈൻ n പ്ലസ് എം എക്സ് ഡിവൈഡഡ് ബൈ n പ്ലസ് എം വരും. പ്ലസ് കോസ് n മൈനസ് എമ്മിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? സൈൻ ആണ്, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ n മൈനസ് എം എക്സ് ഡിവൈഡഡ് ബൈ n മൈനസ് എം എക്സ് വിത്ത് ദ ലിമിറ്റ് -π ടു π. ഓക്കെ, ഇനി നിങ്ങൾ ലിമിറ്റ് കൊടുക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ സൈൻ n പ്ലസ് എം, എന്നും എം എന്നൊക്കെ ഇൻറ്റീജേഴ്സ് ആണ് കേട്ടോ, 1 2 3 പോലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ എന്നും എം പ്ലസ് എമ്മും ചെയ്താൽ വേറൊരു ഇൻറ്റീജറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി എക്സിന് നമ്മൾ π കൊടുക്കണം, ലിമിറ്റ് -πയും കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഓർക്കുക, സൈൻ nπ 0 ആണ്, സൈൻ -nπയും 0 ആണ്. അപ്പോൾ സൈൻ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് π അല്ലെങ്കിൽ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് -π എന്നുള്ള ഫോർമാറ്റിൽ വന്നാൽ സൈനിൻ്റെ വാല്യൂ 0 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0 + 0. സോ വി ഗെറ്റ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ പറയുന്ന സെറ്റിലെ 1 കോസ് എക്സ്, കോസ് 2x, കോസ് 3x എക്സെട്ര എന്ന് പറയുന്ന സെറ്റിലെ ഏത് രണ്ട് എലമെൻസിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് 0 കിട്ടും. ദെർഫോർ ദാറ്റ് സെറ്റ് ഈസ് എ ഓർത്തോഗണൽ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ദ സെറ്റ് 1 cos x, cos 2x etc. is
എ ഓർത്തോഗണൽ സെറ്റ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഓർത്തോഗണൽ സെറ്റ്. ഇനി അഥവാ ഇത് ഓർത്തോ നോർമൽ സെറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? ആദ്യം ഓർത്തോഗണൽ സെറ്റാണെന്ന് ഇതുപോലെ പ്രൂവ് ചെയ്യണം. പിന്നെ അത് ഓർത്തോ നോർമൽ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? അവരുടെ നോം 1 ആണോ എന്ന് അറിയണം. ഓരോരുത്തരുടെയും നോം 1 ആവണം. ആരെങ്കിലും ഒരാൾ വൈലേറ്റ് ചെയ്താൽ ആ സെറ്റ് എന്താവില്ല? ഓർത്തോ നോർമൽ ആവില്ല. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ നോം നോക്കുകയാണ്. നോം ഓഫ് ഫൈ നോട്ട് എക്സ്. ഫൈ നോട്ട് എന്ന് പറഞ്ഞാൽ നോം ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1x. 1x എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. 1 ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. നോം 1 എന്താണെന്ന് അറിയണം. നോം 1 എങ്ങനെയാണ് നോക്കുക? നമ്മളൊരു ഫംഗ്ഷൻ്റെ നോം നോക്കാനുള്ള ഫോർമുല നോം എഫ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എഫ് എഫിൻ്റെ സ്ക്വയർ റൂട്ടാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് 1 1. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇൻറ്റഗ്രൽ -π മുതൽ π വരെ 1 × 1 dx. ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇതിൻ്റെ 1 × 1 ഈസ് 1. 1 dx ഈസ് എക്സ്. എക്സിൻ്റെ ലിമിറ്റ് -π മുതൽ π വരെ. സോ റൂട്ട് ഓഫ് π - -π. ദാറ്റ് ഈസ് ഈക്വൽ ടു π - -π. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2π. റൂട്ട് ഓഫ് 2π എന്നാണ് കിട്ടുന്നത്. 1 ആണോ കിട്ടുന്നത്? അല്ല. ഫസ്റ്റ് ഫംഗ്ഷനായ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1ൻ്റെ നോം കണ്ടുപിടിക്കണം. നോം കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് എഫ് ആണ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് 1 1 ആണ്. ഫംഗ്ഷൻ എഫ് ആണ് ഇവിടെ 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് കാണാനുള്ള ഫോർമുല ഫംഗ്ഷൻസിൻ്റെ ഇത് നമ്പേഴ്സ് അല്ല, ഫംഗ്ഷൻസ് ആണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് ആണ്. സോ ഇൻ്റഗ്രൽ -π to π 1 × 1 ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ dx. അപ്പോൾ ഇത് ചെയ്യണം. 1 × 1 1 ഇൻ്റഗ്രൽ dx ഈസ് എക്സ്. എക്സിൻ്റെ ലിമിറ്റ് -π മുതൽ π വരെ ലിമിറ്റ് കൊടുക്കുന്നു. റൂട്ടിനകത്താണ്. സോ വി ഗെറ്റ് ദ റൂട്ട് ഓഫ് 2π. സോ ഇത് 1 ആണെങ്കിലാണ് നമ്മളതിന് എന്താ പറയുക? ഓർത്തോ നോർമൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് 1 ആണോ? അല്ല. അപ്പോൾ ഇയാൾ തന്നെ തെറ്റിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഈ സെറ്റ് എന്താവില്ല? ഓർത്തോ നോർമൽ ആവില്ല. വിച്ച് ഈസ് നോട്ട് ആൻ ഓർത്തോ നോർമൽ സെറ്റ് ബിക്കോസ് ദ നോം ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ഈക്വൽ ടു റൂട്ട് 2π വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു. ഇത് ഐഡൻറ്റിറ്റി കിട്ടണം നമുക്ക്. 1 എന്ന് കിട്ടണം നമുക്ക്. യൂണിറ്റി ആയിട്ട് കിട്ടണം നമുക്ക്. എങ്കിലേ നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? നോർമൽ, ഓർത്തോ നോർമൽ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഓരോരുത്തരും ആവണം. ഇനി ഇതിൻ്റെ എന്തായാലും അല്ല. അപ്പോൾ എന്തായാലും ഈ സെറ്റ് ഓർത്തോ നോർമൽ എല്ലാം മനസ്സിലായി. ഇനി കോസ് എക്സിൻ്റെ കാര്യം കൂടി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നോം ഓഫ് ഫൈ എൻ എക്സ് ഏത് തന്നെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോട്ടെ. കോസ് എക്സോ കോസ് 2x കോസ് 3x എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇത് എത്രയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താ വേണ്ടത്? റൂട്ടിനകത്ത് ഇന്നർ പ്രൊഡക്റ്റ് വേണം അല്ലേ? അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ എക്സ് ആദ്യം കണ്ടുപിടിക്കുന്നു. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ എൻ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π. ഫൈ എൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ്. വീണ്ടും ഫൈ എൻ എക്സ് എന്ന് പറയുമ്പോൾ കോസ് എൻ എക്സ് dx. രണ്ടും കോസ് എൻ എക്സ് ആണ്. സോ -π to π കോസ് ഇൻറ്റു കോസ് ഈസ് കോസ് സ്ക്വയർ എൻ എക്സ് dx. ഇനി ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എങ്ങനെയാണ് ചെയ്യാം? നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫോർമുലകൾ നമുക്കിനി ഓർമ്മ വേണം. വാട്ട് ഈസ് കോസ് സ്ക്വയർ എക്സിൻ്റെ ഫോർമുല എന്താ? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 + cos 2 θ ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. റെഡി? 1 + cos 2 θ ഡിവൈഡഡ് ബൈ 2 ആണ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ എൻ എക്സിന് എങ്ങനെ എഴുതേണ്ടി വരും? -π to π. ഇതിനെ മാത്രമേ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. 1 + cos 2 θ. അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എൻ എക്സ് ആണ്. cos 2 nx ഡിവൈഡഡ് ബൈ 2 dx. ദാറ്റ് ഈസ് ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. -π to π മുതൽ 1/2 dx പ്ലസ് -π മുതൽ π വരെ cos 2 nx ഡിവൈഡഡ് ബൈ 2 dx. ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ dx x ആണ്. ലിമിറ്റ് കൊടുക്കണം -π മുതൽ π വരെ. പ്ലസ് 1/2 പുറത്ത് നിർത്തി cos 2 nxൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin 2 nx ഡിവൈഡഡ് ബൈ 2n. ലിമിറ്റ് എവിടെ? -π മുതൽ π വരെ. റെഡി? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π - -π പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ നോക്കുക. അത് നിങ്ങൾ ഓർത്തിരിക്കണം. sin nπ 0 ആണെന്ന് ഞാൻ പറഞ്ഞു. sin 2nπ ഒപ്പം എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ഞാൻ ലിമിറ്റ് എഴുതുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം. sin nπs വന്നാൽ 0 ആണ്. sin n - π വന്നാലും 0 ആണ്. അപ്പോൾ സൈനിൻ്റെ പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന വാല്യൂസിനൊക്കെ 0 ആണ്. സോ ദാറ്റ് വാല്യൂ വിൽ ബിക്കം 0. അപ്പോൾ ഇതെന്തായി? 0 ആയി. ഈ പാർട്ട് മാത്രമേ അപ്പോൾ ഉണ്ടാവുകയുള്ളൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു π - -π ഈസ് 2π ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2π ഡിവൈഡഡ് ബൈ 2. സോ വാല്യൂ ഈസ് π.
അപ്പോൾ ഓരോ കോസ് എൻ എക്സിൻ്റെയും നോം ഇവിടെ എത്രയാണ് വരുന്നത്? പയ്യാണ് വരുന്നത്. ഇനി കോസ് 1x 2x 3x നിങ്ങൾ ഏത് എക്സ് വേണമെങ്കിലും എടുത്തോ, എന്നിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. സോ എല്ലാത്തിൻ്റെയും നോം എന്ന് പറയുന്നത് പയ്യാണ് വരുന്നത്. അപ്പോൾ ഈ സെറ്റിനകത്ത്, ഈ നമ്മളെടുത്ത ആദ്യ സെറ്റിനകത്ത് ഇത് ഓർത്തോഗണൽ സെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നാൽ ഫസ്റ്റ് ഫംഗ്ഷനായ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1ൻ്റെ നോം √2πയും, കോസ് എക്സിൻ്റെ എടുത്താലും പൈ ആയിരിക്കും, കോസ് 2x എടുത്താലും പൈ ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള എല്ലാ കോസ് ഫംഗ്ഷൻസിൻ്റെയും നോം പൈയാണ്. അതുകൊണ്ട് ഈ സെറ്റിനകത്ത് ആരും തന്നെ ഓർത്തോ നോർമൽ ഫംഗ്ഷൻ ആവുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും കൂടി ചേർന്നത് ഒരു ഓർത്തോഗണൽ സെറ്റ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. റെഡി?